എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ വസാബിയും ടീമിനെ ആയിരിക്കും കാണിക്കുക. അവരാണെങ്കിൽ ഇപ്പൊ ഭയങ്കര വിഷമത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, പുതിയ സയന്റിഫിക് റിസർച്ച് സെന്റർ അത് ലീഫ് വില്ലേജിന് പുറത്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതും ഒക്കാഗെ നറൂട്ടോയുടെ നേതൃത്വത്തിൽ മുൻപുണ്ടായിരുന്ന നമ്മുടെ ഡോക്ടർ ആളെ സസ്പെൻഡ് ചെയ്ത് പുതിയൊരു ടീമിനെ വെച്ചാണ് ഇപ്പൊ അത് പ്രവർത്തിക്കുന്നത്. സുമൈര നമ്മുടെ ക്ലാസ് റെപ്പ് പെണ്ണ്, അവൾക്കും ഇനി മുതൽ അവിടെയാണ് അവളുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ പെമ്പടയ്ക്ക് ഒരുപാട് വിഷമാവും. കാരണം ഇനി അവളെ കാണാനായിട്ട് അത്ര എളുപ്പത്തിലൊന്നും പറ്റില്ല. അപ്പോഴായിരിക്കും സാറട അവൾ ചോദിക്കുക, നമുക്ക് എന്തുകൊണ്ട് ഒരു ഫെയർവെൽ പാർട്ടി അത് നടത്തിക്കൂടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൾ പോകുന്നതിന് മുൻപ് അവസാനമായിട്ട് ഒന്നുകൂടെ കണ്ടൂടെ? വസാബിക്കും നാമടയ്ക്കും അത് കേട്ട് ഭയങ്കര സന്തോഷാവും. അവരാ കാര്യം അവരുടെ മാസ്റ്ററിനെ അറിയിക്കാനായിട്ട് ഉഷാറായിട്ട് ഓടും. അങ്ങനെ ഓടി വരുമ്പോഴായിരിക്കും ഏതോ ഒരു ലേഡി അവരെ വഴിയിൽ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അവർ തിരിഞ്ഞ് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അവളാണെങ്കിൽ അവിടുന്ന് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അതേസമയം നമ്മുടെ ക്ലാസ് റെപ്പ് പെണ്ണിനു പകരം പുതുതായി സ്റ്റുഡൻസ് ലിസ്റ്റിലേക്ക് വന്ന ഒരു സാമുറായെ കുറിച്ചായിരിക്കും ഇപ്പൊ നറൂട്ടോയും ഷിക്കമറും ഡിസ്കസ് ചെയ്യുക. കട്ട് ചെയ്ത ഇവിടെ നാമടയും വസാബിയും അവരുടെ മാസ്റ്ററിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച അതേ പെണ്ണ് അവരുടെ മാസ്റ്ററിന്റെ അടുത്ത് നിൽക്കുന്നത് കാണും. അവർ ചോദിക്കും, ഇവൾ ആരാണ്, എന്താണ്, ഞങ്ങൾ ഇവള് അറ്റാക്ക് ചെയ്തു. അപ്പോഴായിരിക്കും മാസ്റ്റർ പറയുക, ക്ലാസ് റെപ്പിന് പകരം ഇനി നിങ്ങളുടെ ടീമിൽ ഉണ്ടാവുക ഇവളായിരിക്കും. ഇവളുടെ പേരാണ് സുബാക്കി. ഇനി മുതൽ ഇവൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇവൾക്ക് നമ്മുടെ ഗ്രാമം മുഴുവൻ ചുറ്റിക്കാണിക്കണം. ബാക്കിയുള്ള സ്റ്റുഡൻസിനെയും ഇവിടെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. വസാബിക്കും നാമടയ്ക്കും അവളെ തീരെ ഇഷ്ടാവില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ രണ്ടുപേരും ചേർന്ന് നമ്മുടെ പുതുപ്പെണ്ണ് സുബാക്കി അവളെയും കൂട്ടി ഗ്രാമം മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. വസാബി ചോദിക്കും, ഇനി നിനക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്, ആരെയൊക്കെയാണ് നിനക്ക് പരിചയപ്പെടേണ്ടത്? അതിന് അവൾ പറയും, എനിക്ക് ആരെയും കാണുകയും മീറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട. എനിക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. മാസ്റ്റർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. അവളുടെ ജാട ആറ്റിറ്റ്യൂഡും കാണുമ്പോൾ ഇപ്പൊ വസാബിക്കും നാമടയ്ക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെ അവർ 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് അടിയിടി ഫൈറ്റ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാറടെ ആണെങ്കിൽ അവർ നടത്തുന്ന ആ ഫെയർവെൽ പാർട്ടി അതിന്റെ ഇൻവിറ്റേഷൻ ബൊറൂട്ടോയ്ക്കും ടീമിനും കൊടുക്കുകയാണ്. ക്ലാസ് റെപ്പ് പെണ്ണ് പോകുന്ന കാര്യവും പുതിയ സാമുറായി ടീമിലെ ഏതോ ഒരു സ്റ്റുഡന്റ് അവൾക്ക് പകരം ഇവിടേക്ക് വന്നു എന്നും അവളിപ്പോ അവരോട് പറയും. കറക്റ്റ് ടൈം നാമിടയും വസാബിയും അവർ രണ്ടും നമ്മുടെ പുതുപ്പെണ്ണുമായിട്ട് അവിടേക്ക് വരും. അതിനുശേഷം അവർക്ക് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. സാറുടെയും ചോച്ചോയും ആണെങ്കിൽ ഇപ്പോൾ അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കൊടുത്ത് അവളുടെ ഫ്രണ്ട് ആവാൻ ശ്രമിക്കും. പക്ഷെ സുബാക്കിക്കാണെങ്കിൽ അവരെ ആരെ ഇഷ്ടമല്ല. അവളാണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെയും അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെയും അവരോട് ബിഹേവ് ചെയ്യും. അതിനുശേഷം അവളുടെ ആറ്റിറ്റ്യൂഡ് കാണിച്ച് അവരെ കളിയാക്കും. അവൾ ഇനിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സാറുടെയും അവളും തമ്മിൽ ഫൈറ്റ് തുടങ്ങും എന്ന് മനസ്സിലാക്കിയ വസാബി നാമടയും ഇപ്പൊ അവളെയും വിളിച്ച് വേറൊരു സ്ഥലത്തേക്ക് വരും. വസാബി ആണെങ്കിൽ അവളോട് പറയും, പ്ലീസ് നീ ഇങ്ങനെ ബിഹേവ് ചെയ്യരുത്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ളതാണ്. പക്ഷെ അപ്പോഴും അവൾ ഷിനോബികളെ പൊച്ചിച്ച് സംസാരിക്കും. അതിന് ഫുൾ കലിപ്പിൽ വസാബി കോളറിൽ അങ്ങനെ തൂക്കിയെടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ട് അവിടുന്ന് ദൂരേക്ക് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരുപാട് സമയം കഴിയുമ്പോൾ നാമിഡ അവളിപ്പോ വസാബിയെ തേടി അവന്റെ അടുത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ കാഷ്വലായിട്ട് എന്തൊക്കെയോ സംസാരിക്കുമ്പോഴായിരിക്കും ദൂരത്തായി അവരുടെ മാസ്റ്റർ ബിങ്കോ ബുക്കിൽ കാണിച്ചു കൊടുത്ത ആ ഒരു കൾപ്രിറ്റ് അവനെ ദൂരത്തായി അവർ കാണുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ പുതുപ്പെണ്ണ് അവളാണെങ്കിൽ അവസാനമായിട്ട് അവളുടെ മാസ്റ്ററോട് സംസാരിച്ച് ഇവിടേക്ക് വന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വരികയാണ്. അവളങ്ങനെ സിമ്പിളായിട്ട് വരുമ്പോഴായിരിക്കും വസാബി നാമടയും ആരെയോ ഫോളോ ചെയ്ത് പോകുന്നതായിട്ട് അവൾ കാണാം. വസാബി നാമടയോ ആണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് അവന്റെ സംഘത്തിന്റെ അടുത്തെത്തും. അവരെ കാണുമ്പോൾ തന്നെ വസാബി ആണെങ്കിൽ അവന്റെ ക്യാറ്റ് പവർ എടുക്കും. അതിനുശേഷം അവരുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. പക്ഷെ വസാബിയുടെ ഓരോ പഞ്ചും ആ വില്ലന്മാരെ ഈസി ആയിട്ട് തട്ടിത്തെറിപ്പിക്കും. ഉടനെ അവരുടെ സംഘത്തിലുള്ള വേറൊരു വില്ലൻ അവനാണെങ്കിൽ നാമിടെ പിടിച്ചു വലിച്ച് അങ്ങനെ കറക്കി നിലത്തട്ടിക്കും. അവളുടെ മുടിയൊക്കെ പിടിച്ചു വലിച്ച് മാട്ടയ്ക്ക് ലോക്ക് ചെയ്യും. വസാബിക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള കള്ളന്മാര് അവരിപ്പോ വസാബിയെ അങ്ങനെ തല്ലി കൊല്ലുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ പുതുപ്പെണ്ണ് സുബാക്കി അവളവിടേക്ക് ചാടി വീണ് ആ വില്ലന്മാരെ ചാടി വന്നും പറന്നു വന്നൊക്കെ ഞട്ടിക്കും. വസാബി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അവളാണെങ്കിൽ സെക്കൻഡുകൾ വെച്ച് ആ ഒരു പ്രദേശം തന്നെ തകർത്ത് ആ വില്ലന്മാരെ തവിട് പൊടിയാക്കും. അല്പസമയം കഴിയുമ്പോൾ അവരുടെ മാസ്റ്റർ അവിടേക്ക് വരും. അതിനുശേഷം വസാബിയെയും നാമിടെയും വഴക്കു പറയും. ഉടനെ ക്ലാസ് റെപ്പ് ആണെങ്കിൽ
നമ്മുടെ പൊതുപ്പണിൻ്റെ അടുത്തേക്ക് വരും. ക്ലാസ് റെപ്പ് പറയും, താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് സുമൈരെ, ഞാനാണ് ഈ ടീമിൽ മുൻപുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പോവേണ്ട അവസ്ഥയാണ്. ടീംമേറ്റ്സിനെ ഒരുപാട് പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഉടനെ സുബാക്കിക്കും ഇപ്പോൾ അവൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് കുറ്റബോധം തോന്നും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഫെയർവെൽ പാർട്ടി. അതങ്ങനെ ഹാപ്പി ആയിട്ട് ആലോചിച്ച് വസാബിയും നാമിടയും അവർ പൊട്ടിക്കരഞ്ഞ് നമ്മുടെ ക്ലാസ് റെപ്പിനെ ഹഗ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഹനാബിയെയും ഹിനട്ടയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഹിനട്ടയുടെ പപ്പയുടെ ബർത്ത്ഡേ അതാണ് അടുത്ത ദിവസം. ഹനാബി ആണെങ്കിൽ ഇപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രിപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ ഹിനട്ടയോട് പറയും. അതേസമയം ഹിനട്ടയുടെ പപ്പ ആള് ബൊറൂട്ടോയുടെയും ഹിമാവരിയുടെയും ഫോട്ടോ ഒക്കെ നോക്കി അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. ഹിനട്ടയാണെങ്കിൽ ബർത്ത്ഡേ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലേക്ക് വന്ന് ഗ്രാൻഡ്പയുടെ ബർത്ത്ഡേ ബൊറൂട്ടോയോടും ഹേമാവരിയോടും പറയും. വാവ്, ഞാൻ ആ കാര്യം മറന്നുപോയി. ഉറപ്പായാലും എനിക്ക് ഹേമാവരിക്കും ഗ്രാൻഡ്പയുടെ ബർത്ത്ഡേ അത് അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞ് അവർ തുള്ളിച്ചാടുകയാണ്. ഇതാ നെക്സ്റ്റ് ഡേ നമ്മുടെ ബൊറൂട്ടോ അവൻ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ സാറഡയെയും മെയ്റ്റ്സുകയും കൂട്ടി ആ റെസ്റ്റോറൻറ്റിലേക്ക് വരും. അതിനുശേഷം അവന്റെ ഗ്രാൻഡ്പയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റിനെ കുറിച്ച് അവരോട് ഡിസ്കസ് ചെയ്യും. സാറഡയ്ക്കാണെങ്കിൽ അവന്റെ ഗ്രാൻഡ്പയെ ഭയങ്കര ഇഷ്ടമാണ്. ബൊറൂട്ടോയുടെ ഗ്രാൻഡ്പയെ കുറിച്ചുള്ള ഒരുപാട് വീരസാഹസിക കഥകളൊക്കെ അവളാണെങ്കിൽ ഇപ്പൊ മെയ്റ്റ്സുകയ്ക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ബൊറൂട്ടോ അവൻ മെയ്റ്റ്സുകയും കൂട്ടി ആരുടെയും കണ്ണിൽ പെടാതെ ഗ്രാൻഡ്പയുടെ അടുത്തേക്ക് വരും. പക്ഷേ ഹനാബി ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരെ കണ്ടുപിടിക്കും. ബൊറൂട്ടോ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ഹനാബിയോട് അവന്റെ പ്രശ്നം പറയും. അത് കേട്ട് അവൾ പൊട്ടിച്ചിരിക്കുകയാണ്. ആക്ച്വലി നിന്നെ പോലെ തന്നെ ഞാനും കൺഫ്യൂസ്ഡ് ആണ്. എന്റെ പപ്പയ്ക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമെന്ന് എനിക്കും അറിയില്ല. ഞാനും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇത്രയും ദിവസവും ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഹട്ടായി എന്ന് പേരുള്ള ഈഡൻ മിസ്റ്റ് വില്ലേജിലെ ഒരാൾ അവിടേക്ക് വരിക. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ചലഞ്ച് ചെയ്യാണ്. അവരുടെ ശബ്ദം കേട്ട് ഇപ്പൊ ഗ്രാൻഡ്പ പുറത്തേക്ക് വരും. അത് കണ്ട് ബൊറൂട്ടോയും മീറ്റ്സുകയും അവിടുന്ന് ഓടി ദൂരേക്ക് മാറി നിൽക്കും. ഗ്രാൻഡ്പ ആണെങ്കിൽ ഹനാബിയോട് അവരെ സമാധാനിപ്പിച്ച് വിടാൻ പറയും. ഉടനെ ഹനാബി അവൾ പുറത്തേക്ക് വന്ന് പപ്പ ഇവിടെ ഇല്ല, സോ തൽക്കാലം നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. നിങ്ങളുടെ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ തന്നെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടും. മെയ്റ്റ്സുകയും ബൊറൂട്ടോയും അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്തുകൊണ്ടായിരിക്കാം ഗ്രാൻഡ്പ പുറത്തേക്ക് വരാത്തതെന്ന് ചിന്തിച്ച് ബൊറൂട്ടോ വണ്ടർ അടിച്ചു നിൽക്കും. ഹനാബി ആണെങ്കിൽ തിരികെ പോയി അവളുടെ പപ്പയോട് അവരെ പറഞ്ഞയച്ചു എന്ന് പറയും. കട്ട് ചെയ്ത ബൊറൂട്ടോ ആണെങ്കിൽ അങ്ങനെ തോറ്റു പിന്മാറാൻ തയ്യാറാവില്ല. ബൊറൂട്ടോ അവന്റെ പിന്നാലെ പോയി ഇപ്പൊ അവനെ ചലഞ്ച് ചെയ്യും. നീ ഫൈറ്റ് ചെയ്യാനായിട്ട് വിളിച്ചത് എന്റെ ഗ്രാൻഡ്പയാണ്, സോ ഗ്രാൻഡ്പയ്ക്ക് പകരം ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ബൊറൂട്ടോ അവനെ ഒരുപാട് അടിക്കും. റെസർഗൺ പവറൊക്കെ എടുത്ത് ആഞ്ഞ് അറ്റാക്ക് ചെയ്യും. പക്ഷെ വില്ലനാണെങ്കിൽ അവനെ ഈസി ആയിട്ട് തള്ളി താഴെയിടും. അടുത്ത സെക്കൻഡ് സാക്ഷാൽ ഹിയാഷി ബൊറൂട്ടോയുടെ ഗ്രാൻഡ്പ ആൾ അവിടേക്ക് വന്ന് ആളുടെ പവർ ഉപയോഗിച്ച് ആ വില്ലനെ അങ്ങനെ ചുരുട്ടിയെടുത്ത് ദൂരേക്ക് എറിയും. ഹിയാഷി ആണെങ്കിൽ ആളുടെ വ്യാഹു കണ്ണ് കാണിച്ച് പേടിപ്പിച്ച് അവൻ അവിടുന്ന് ഓടിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ എന്താ പറയണ്ടെന്നറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഗ്രാൻഡ്പ, ഐ എം സോറി, ആക്ച്വലി നമ്മുടെ ക്ലാനിനെയും ഗ്രാൻഡ്പയും അവൻ കളിയാക്കി. അതാണ് ഞാൻ അവനെ ചലഞ്ച് ചെയ്ത് അവനോട് ഫൈറ്റ് ചെയ്തത്, എന്നോട് ക്ഷമിക്കണം. ഗ്രാൻഡ്പ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ സമാധാനിപ്പിക്കും. ഉടനെ മിറായി ആണെങ്കിൽ ഇപ്പൊ അവിടേക്ക് വന്ന് കാര്യം അന്വേഷിക്കും. ഗ്രാൻഡ്പ ആണെങ്കിൽ അവളെ കാണുമ്പോൾ പതി അവിടുന്ന് കടന്നു പോവാണ്. അതിനുശേഷം അവളാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ക്ലാനിനെ കുറിച്ച് കൃത്യമായിട്ട് അവന് പറഞ്ഞു കൊടുക്കാണ്. ഹിയാഷിയും ഇഷാഷിയും അവരാരാണ്, അവർക്ക് എന്ത് സംഭവിച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അങ്ങനെ സ്റ്റോറി എല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും കുറേണ സെൻസായും നമ്മുടെ മീറ്റ്സുകയും അവർ രണ്ടുപേരും ബൊറൂട്ടോയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഗ്രാൻഡ്പയുടെ ആ ഒരു ബർത്ത്ഡേ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒത്തുകൂടി അടിപൊളിയായിട്ട് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യും. ഹേമാവരി ആണെങ്കിൽ അവൾ കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ച പൈസയ്ക്ക് വാങ്ങിയ ഒരു ഗിഫ്റ്റ് ഗ്രാൻഡ്പയ്ക്ക് കൊടുക്കും. ഗ്രാൻഡ്പ ആ ഗിഫ്റ്റ് തുറക്കും. അതൊരു അടിപൊളി സ്വെറ്ററാണ്. അത് കണ്ട് ഗ്രാൻഡ്പയുടെ കണ്ണ് നിറയാണ്. ഉടനെ ബൊറൂട്ടോ അവന്റെ ഗിഫ്റ്റ് അത് ഗ്രാൻഡ്പയ്ക്ക് കാണിച്ചു കൊടുക്കും. അത് മറ്റൊന്നുമല്ല, ഒരു ക്യാമറയാണ്. ബൊറൂട്ടോ പറയും, നമ്മുടെ ഫാമിലി ഫോട്ടോ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, സോ എന്റെ ഗിഫ്റ്റ് അതൊരു ഫാമിലി ഫോട്ടോ ആണെന്ന് പറഞ്ഞ് അവൻ എല്ലാവരെയും അടുത്ത് വിളിച്ച് നിർത്തും. ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നൈറ്റ് ഇപ്പൊ ബൊറൂട്ടോയും ഹീമാവരിയും അവര് ബർത്ത്ഡേ കേക്കും ബിരിയാണിയൊക്കെ അടിച്ച് കൂർക്കം വലിച്ച് ഉറങ്ങാണ്. മറ്റൊരു ഭാഗത്ത്
ഹിയാഷിയും നറൂട്ടോയും. അവരാണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കും. നെക്സ്റ്റ് ഡേയും ഹിയാഷിക്കാണെങ്കിൽ ബൊറൂട്ടോടുള്ള ഇഷ്ടം അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാതെ അവനെ തൂക്കിയെടുത്ത് വട്ടം കറക്കി അവരവസാനമായിട്ട് എടുത്ത ആ ഒരു ഫോട്ടോ അതങ്ങനെ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.